ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിനെ കുറിച്ചാണ്. രവിചന്ദ്രൻ അശ്വിൻ എന്ന പേര് ഇന്ന് ക്രിക്കറ്റ് ലോകത്ത് വെറുമൊരു ഓഫ് സ്പിന്നറുടേതല്ല, മറിച്ച് കഠിനാധ്വാനം കൊണ്ടും തന്ത്രപരമായ ബുദ്ധി കൊണ്ടും കളിയിലെ പ്രതിബന്ധങ്ങളെ മറികടന്ന ഒരു ശാസ്ത്രജ്ഞൻ്റേതാണ്. അശ്വിൻ്റെ ജീവിതം ഓരോരുത്തർക്കും നൽകുന്ന വലിയൊരു പാഠമുണ്ട്. പരാജയങ്ങൾ അവസാനമല്ല, മറിച്ച് പരീക്ഷകൾക്കുള്ള പുതിയ അവസരങ്ങളാണ്. ഇതാ അശ്വിൻ്റെ പ്രചോദനമായ കഥ. ചെന്നൈയിലെ തെരുവുകളിൽ നിന്നും ചെപ്പോക്കിലേക്ക്. ചെന്നൈയിലെ വെസ്റ്റ് മംബലത്തെ ഇടുങ്ങിയ തെരുവുകളിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിച്ചു വളർന്ന ഒരു പയ്യനായിരുന്നു അശ്വിൻ. ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി കരിയർ തുടങ്ങിയ അദ്ദേഹം പിന്നീട് തൻ്റെ ടീമിന് സ്പിന്നർമാർ ആവശ്യമാണെന്ന് വന്നപ്പോൾ പന്തെടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റിനെ ചരിത്രം തന്നെ മാറ്റി എഴുതുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും പിന്തുണ അശ്വിനെ വളർച്ച ഏറ്റവും വലിയ കരുത്തായി നിന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അശ്വിൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കരിയറിലെ ഓരോ ഉയർച്ചകളിലും താഴ്ചയും നിന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുമാണ്. ഒരു താരവുമാവുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കാലത്തും അവൻ്റെ കഴിവിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ അവർ കാണിച്ച മനസ്സാണ് ഇന്നത്തെ ഇതിഹാസത്തെ രൂപപ്പെടുത്തിയത്. ഓരോ മത്സരത്തിനു ശേഷവും വീട്ടിലെത്തുമ്പോൾ ആ പഴയ ചെന്നൈ പയ്യനായി അച്ഛനോടും അമ്മയോടും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന അശ്വിനെ നമുക്ക് കാണാം. വെല്ലുവിളികളെ നേരിട്ട് ക്രിക്കറ്റ് മൈതാനത്തെ വെറും ഒരു പന്തെറിയുക മാത്രമല്ല അശ്വിൻ ചെയ്യുന്നത്. ഓരോ പന്തെറിയുമ്പോഴും അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനെ പോലെ ചിന്തിക്കുന്നു. മാറുന്ന സാഹചര്യത്തിൽ T20 ക്രിക്കറ്റ് വന്നപ്പോൾ ഓഫ് സ്പിന്നർമാർക്ക് പ്രശസ്തി നഷ്ടപ്പെടുമെന്ന് കരുതി. എന്നാൽ കാര്യം ബോൾ പോലും വിദ്യകൾ പരീക്ഷിച്ച് അശ്വിൻ അവരെ അമ്പരപ്പിച്ചു. വിമർശകർ വിദേശ പിച്ചുകളിൽ നിന്ന് വിക്കറ്റ് എടുക്കാൻ കഴിയില്ലെന്ന് വിമർശിച്ചവർക്ക് മുന്നിൽ തൻ്റെ ബൗളിംഗ് ആക്ഷനിലും തന്ത്രങ്ങളിലും മാറ്റങ്ങൾ വരുത്തി. അദ്ദേഹം വീണ്ടും വീണ്ടും വിക്കറ്റുകൾ കൊയ്തു. തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളി. 2021 സിഡ്നി ടെസ്റ്റ് അശ്വിനിലെ യഥാർത്ഥ പോരാളിയെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. കഠിനമായ നടുവേദന കൊണ്ട് നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഓസ്ട്രേലിയൻ ബോളർമാരെ തീപ്പൊരി പന്തുകളും മണിക്കൂറുകളും പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം ആ മത്സരം സമനിലയിലാക്കി. ഇന്ന് അദ്ദേഹം ബാറ്റ് ചെയ്ത തൻ്റെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു, ആത്മവിശ്വാസത്തിന് വേണ്ടിയായിരുന്നു. നാം പഠിക്കേണ്ടത്, നമ്മൾ അശ്വിൻ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: പഠിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. 500-ലധികം വിക്കറ്റുകൾ നേടിയിട്ടും ഇന്നും അദ്ദേഹം ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കാനും മടി കാണിക്കില്ല. തൻ്റെ കഴിവുകളെക്കുറിച്ചും തിരിച്ചറിയുകയും അവയെ തൻ്റെ കരുത്താക്കി മാറ്റുകയും ചെയ്യുന്നതാണ് അശ്വിൻ മാജിക്. നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ കഴിവല്ല, മറിച്ച് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള നിങ്ങളുടെ മനസ്സാണ്.